തിരുവനന്തപുരത്ത് വീണ്ടും ബോംബ് ഭീഷണി എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. നഗരസഭയിലും CET കോളേജിലും ജില്ലാ കോടതിയിലുമാണ് ബോംബ് ഭീഷണി എത്തിയത്. തുടർച്ചയായി 6-ാം ദിവസമാണ് തലസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ബോംബ് ഭീഷണി ഉണ്ടാകുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ക്ലിഫ് ഹൗസിൽ ഉൾപ്പെടെയൊക്കെയുള്ള ബോംബ് ഭീഷണിയുടെ വാർത്ത നമ്മൾ കേട്ടതാണ്. ഇത് തുടർച്ചയായി ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഉറവിടം ഏത് എന്നതൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഭീഷണി സന്ദേശത്തിന്റെ വിശദാംശങ്ങൾ എന്ത്? അനുജ, സമാനമായി തിരുവനന്തപുരത്ത് തുടർച്ചയായി 6-ാം ദിവസവും എത്തുന്ന ഭീഷണി സന്ദേശത്തിൽ ഒരേ വിവരങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അതിൽ വ്യാജ സന്ദേശം എന്ന് തന്നെ പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. കാരണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സന്ദേശം എത്തുകയും അക്കാര്യത്തിൽ പരിശോധന നടത്തുകയും ഒക്കെ പോലീസ് ചെയ്തു വരികയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ആദ്യം വന്നത് 2 ആഡംബര ഹോട്ടലുകളിലായിരുന്നു. പിന്നാലെ വിമാനത്താവളത്തിലും റെയിൽവേ സ്റ്റേഷനിലും എത്തി. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഔദ്യോഗിക വസതിയിലും അതേപോലെ രാജ്ഭവൻ അടക്കമുള്ള സ്ഥലങ്ങളിലും എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പ്രധാനമന്ത്രി വൈകിട്ടോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. 7:45 പ്രധാനമന്ത്രി എത്തുന്നത്. ഈ സാഹചര്യത്തിൽ വിഴിഞ്ഞം കമ്മീഷനിംഗ് അടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷ ഇപ്പോൾ ഒരുക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇത് എത്തിയിരിക്കുന്നത് നഗരസഭ, CET, ജില്ലാ കോടതി അടക്കമുള്ള സ്ഥലത്താണ്. മുൻപും ജില്ലാ കോടതിയിൽ ഭീഷണി സന്ദേശം എത്തിയിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവിടങ്ങളിൽ പരിശോധന നടത്തി അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ VVIP, അതായത് പ്രധാനമന്ത്രി സംസ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനയും കൂടുതൽ ബോംബ് സ്ക്വാഡ് വിന്യാസം അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. അനുജ, ശരി, ഇന്ന് പ്രധാനമന്ത്രി എത്താനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് തിരുവനന്തപുരത്ത് വീണ്ടും ബോംബ് ഭീഷണി എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയുടെ പ്രാധാന്യവും.